എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് ഞാൻ വിചാരിക്കുന്നു. വിശേഷങ്ങളൊക്കെ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ, ചിരട്ടയിൽ ചെയ്തെടുക്കുന്ന ഒരു നല്ലൊരു പൂവാണ്. അപ്പോൾ പൂവും ഇലയും ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ചിരട്ടയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. കൂട്ടുകാരെല്ലാവരും കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചിരട്ട കൊണ്ടുള്ള പൂവ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചിരട്ടകളാണ് എടുത്തേക്കുന്നത്. ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് വരച്ചെടുത്തിട്ട് അതിന് വേണ്ട ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആക്സ് ബോർഡ് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ കണ്ട പീസുകളൊക്കെ നമ്മളൊന്ന് ഗ്രൈൻഡർ ചെയ്തെടുക്കുന്നുണ്ട്. പേപ്പറൊക്കെ ഇട്ട് കട്ട് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് മിനുസപ്പെടുത്തി എല്ലാം കൂടെ അങ്ങനെ കൂട്ടി ഒന്ന് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചിരട്ടയിൽ ഇതുപോലെ വരച്ചിട്ട് പൂ ഈ ചിരട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇതളുകൾ നമ്മൾ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കറക്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടത് ഗ്രൈൻഡറിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇലയും പിന്നെ ആ പൂവിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള 2 റൗണ്ടും നമ്മളൊന്ന് ആക്സോ ബോർഡ് വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ 2 ഇല വലുതും പിന്നെ 2 ചെറിയ ഇലയും അത് വെക്കാനുള്ള തണ്ടും ഒരു ഫ്ലവറുമാണ് ഉണ്ടാക്കുന്നത്. അത് ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള ചെറിയൊരു ചിരട്ടയും. ഇതുപോലെ തണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇല വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഒന്ന് പേപ്പർ ഇട്ടൊന്ന് എടുക്കാനുണ്ട് ഗ്രൈൻഡ് ചെയ്തിട്ട്. ഈ പൂവിൻ്റെ ഭാഗങ്ങളൊക്കെ റൗണ്ട് ഷേപ്പൊക്കെ നമ്മൾ ഈ ഗ്രൈൻഡറിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള 2 റൗണ്ട് പീസാക്കിയിട്ട് 2 എണ്ണം എടുക്കുന്നുണ്ട്. അത് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനു വേണ്ടി ആദ്യമായിട്ട് നമ്മളതൊന്ന് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. 2 ഭാഗവും കൂടെ ഒന്ന് അമർന്ന് നിൽക്കാനും വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇലയുടെ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ഗ്രൈൻഡർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ഒട്ടിച്ചെടുക്കാനുണ്ട്. ഇല ഏകദേശ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വരകളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഇലയുടെ ഒരു സ്ട്രക്ചർ അതിലേക്ക് വരാനും വേണ്ടിയിട്ട് ആക്സോ ബോർഡ് വെച്ച് വരകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രൈൻഡർ കൊണ്ട് അതിൻ്റെ അരികു ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണമുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ ആക്സോ ബോർഡ് വെച്ചിട്ട് ഓരോ വരകൾ ഇട്ട് കൊടുക്കും. അതിൽ പേപ്പർ ഇട്ടിട്ട് അത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇതുപോലെ ആ കട്ട് ചെയ്ത ഭാഗങ്ങളിൽ ആക്സോ ബോർഡ് വെച്ചിട്ട് നമ്മൾ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചിരട്ടയിലേക്കാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. അതിന് മുന്നായിട്ട് നമ്മൾ ആ ഒട്ടിക്കാനുള്ള പീസുകൾ അത് 2ഉം കൂടെ കൂട്ടി നമ്മൾ ഫ്ലക്സിക്ക് വെച്ചിട്ട് തന്നെയാണ് അത് ഒട്ടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നേ തന്നെ ചിരട്ട കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ഫ്ലക്സിക്ക് വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് നല്ല രീതിക്ക് ആക്കിയെടുക്കാനുണ്ട്. പേപ്പറൊക്കെ ഇട്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് പൂവിൻ്റെ സെൻറ്ററിലൊക്കെ കാണുന്ന പോലെയുള്ള ഓരോ വരകൾ മൊത്തത്തിൽ നേരെയും ക്രോസായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് ഫ്ലക്സിക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നത്.
അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ വെച്ചിട്ട് ഫ്ലക്സ് കേക്ക് ഇട്ടിട്ട് അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഇലകളും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പേപ്പർ ഇടുന്നതാണ്. ഒട്ടിച്ച് കഴിഞ്ഞാൽ അതൊന്നും പേപ്പർ ഇട്ടെടുക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് മൊത്തത്തിലൊന്ന് പേപ്പർ ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇതുപോലെ നമുക്ക് പേപ്പർ ഇട്ട് മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ട് വരുന്ന ഭാഗങ്ങൾ ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് റൗണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ ഇലയും പൂവും ഒക്കെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. അത് 2 ഇലയ്ക്ക് 2 എണ്ണം, പിന്നെ പൂവ് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള 3 പീസാക്കിയിട്ടാണ് തണ്ട് എല്ലാം കൂടെ കൂട്ടി ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഫ്ലവറിൻ്റെ ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 ഇലയും ചെറിയ 2 ഇലയും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി അത് വെച്ച് നോക്കിയിട്ട് ചെരിവൊന്നും വരാത്ത രീതിയിൽ എങ്ങനെ വെക്കേണ്ടതെന്ന് വിചാരിച്ചാൽ അങ്ങനെ വെച്ച് നോക്കിയിട്ട് നമ്മൾ അവിടെ കറക്റ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അങ്ങനെ നമ്മൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 2 പീസും ഒരുപോലെ ഒട്ടിച്ചെടുത്തിട്ട് അത് കൂട്ടി ഒട്ടിച്ചതിന് ശേഷം ഈ ചിരട്ടയിലേക്ക് 3 തണ്ടും കൂടെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ചെരിവൊന്നും വരാത്ത രീതിയിൽ എങ്ങനെ അതിൻ്റെ ഭംഗിയെന്ന് വിചാരിച്ചാൽ അതിനെ കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. അതിന് മുന്നായിട്ട് നമ്മൾ ഈ തണ്ട് ഭാഗം രണ്ടും കൂടെ കൂട്ടി ഒട്ടിച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് അത് നല്ല രീതിയിൽ ആക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഭാഗം അവിടെ വെച്ചിട്ട് സെൻറ്ററിൽ വരുന്ന ഏകദേശം ഇത്തരത്തിലാണ് നമുക്ക് ഒട്ടിക്കാനുള്ളത്. അതിന് കറക്റ്റ് അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് വെച്ചിട്ട് പൊടിയൊക്കെ ഇട്ട് അതും ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ട് കറക്റ്റ് നമ്മൾ ഫ്ലക്സ് കേക്കൊക്കെ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഫ്ലവർ വയ്ക്കുമ്പോൾ അതിൻ്റെ ഭാഗം ശരിക്കും വിടർന്ന് നിൽക്കുന്ന രീതിയിൽ ചെരിവൊന്നും വരാത്ത രീതിയിൽ നോക്കിയിട്ട് നമ്മൾ അതും കൂടെ അങ്ങ് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ട് ശരിക്കും ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഈ ഒട്ടിക്കുന്ന പണികൾ ഏകദേശം കഴിഞ്ഞ് ഇതുപോലെ നല്ല രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ നമ്മൾ ചെറിയ ലീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നന്നായി ചെറുതാണ്. അത് 2 താഴെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അത് 2 സൈഡിലായിട്ട് നമ്മൾ അതും കൂടെ അങ്ങ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ചെറിയ 2 പീസുകൾ നല്ല ഭംഗിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒട്ടിച്ച ഭാഗങ്ങൾ മൊത്തത്തിലൊന്ന് പേപ്പർ ഇട്ടിട്ട് മിനുസപ്പെടുത്തി എടുക്കാനുള്ളതും ഒക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം കുറേ പേപ്പർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചെറിയ രീതിയിൽ പേപ്പർ വർക്കിംഗ് ഉള്ളൂ. അങ്ങനെ നമ്മൾ പേപ്പറൊക്കെ ഇട്ട് ഒക്കെ കുട്ടപ്പനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല വിരിഞ്ഞ് നിൽക്കുന്നൊരു പൂവായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടെ ഒരു കൂട്ടം കൂടെ വെളിച്ചെണ്ണ അതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കും. നല്ല ഭംഗിക്ക് തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് സ്ലീക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, വെളിച്ചെണ്ണ ഏകദേശം സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ 2 കോട്ട്
തേച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് സ്ലീക്ക് അടിച്ചെടുക്കാനാണുള്ളത്. നല്ല ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള പൂവാണ് നമ്മൾ ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ ഇനി അതിലേക്ക് സ്ലീക്ക് മൊത്തത്തിൽ നമ്മൾ സ്ലീക്കൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയിൽ തന്നെ അത് സ്ലീക്ക് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ കൂട്ടുകാർ എല്ലാവരും കാണുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത്തരം വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് എത്തിച്ചെടുക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചിരട്ട വെച്ചുള്ള പൂവ്. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കോട്ട് വാർണിഷൊക്കെ അടിച്ചെടുത്തു. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.